ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2025 ആഗസ്റ്റ് മാസഫലം മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് ആഗസ്റ്റ് മാസം എങ്ങനെയായിരിക്കും. നമുക്ക് ഈ മീനക്കൂറുകാരുടെയും മീനലഗ്നക്കാരുടെയും ഫലം പറയുന്നതിന് മുമ്പ്, ഫലം അറിയുന്നതിന് മുമ്പ് ആഗസ്റ്റ് മാസത്തിൽ മീനക്കൂറുകാരുടെയും മീനലഗ്നക്കാരുടെയും ഗ്രഹസ്ഥിതി എങ്ങനെയാണ് നോക്കാം. ഇപ്പം മീനക്കൂറുകാരെന്ന് പറയുമ്പോൾ ജന്മലഗ്ന രാശിയാധിപനായിട്ടുള്ള ഗുരു, ആ ഗുരു 4 സുഖസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. സൂര്യൻ 17-ന് 5-ൽ നിന്നും 6-ലേക്ക് രാശി മാറുന്നു. ചൊവ്വ 7-ൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ്. ബുധൻ 5-ൽ സ്ഥിതി ചെയ്യുന്നു. 30-ന് ആ ബുധൻ 6-ലേക്ക് മാറുന്നു. ശുക്രൻ 4-ൽ സ്ഥിതി ചെയ്യുന്നു. 21-ന് ആ ശുക്രൻ 5-ലേക്ക് മാറുന്നു. ശനി ജന്മരാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു. രാഹു 12-ലും കേതു 6-ലും സ്ഥിതി തുടരുന്ന സമയമാണ്. അപ്പോൾ ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് മീനക്കൂറുകാരുടെയും മീനലഗ്നക്കാരുടെയും ആഗസ്റ്റ് മാസത്തിലെ ആരോഗ്യസ്ഥിതി പൊതുവായിട്ട് എങ്ങനെയാകുമെന്ന് നോക്കാം. അപ്പോൾ മീനക്കൂറുകാരെന്ന് പറയുമ്പോൾ നമുക്കറിയാം, അവർക്ക് 7.5 ശനി സമയം നടക്കുകയാണ്. ജന്മശനി കാലമാണ്. ആ ജന്മശനി വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ ജന്മലഗ്ന രാശാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ സുഖസ്ഥാനത്തുണ്ട്. അതുകൊണ്ട് ആരോഗ്യസ്ഥിതിയിൽ ഇംപ്രൂവ്മെൻറ്റിനും ആശ്വാസത്തിനുമൊക്കെ സാധ്യതയുള്ള സമയമാണ്. ജന്മരാശി നിൽക്കുന്ന ശനി വക്രത്തിൽ സഞ്ചരിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ മറ്റുള്ളവരിൽ നിന്നൊക്കെ ഒരു ഒറ്റപ്പെട്ട അവസ്ഥ, ഈ ശനിയൊക്കെ ജന്മരാശി നിൽക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ട് അല്പം മാനസിക ടെൻഷനിലൊക്കെ കഴിഞ്ഞുകൂടിയ സമയമായിരിക്കും. അതിനല്പം ആശ്വാസം കിട്ടുകയാണ്. മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെട്ട അവസ്ഥയൊക്കെ മാറി അവരുമായിട്ട് മിങ്കിൾ ചെയ്ത് അവരുമായിട്ടൊക്കെ നമുക്കൊരു സംസർഗം നമുക്ക് ഈ സമയത്ത് ഉണ്ടാകും. അതുപോലെ ഉറക്കക്കുറവ്, ഉത്കണ്ഠ, ഭയം ഇവയൊക്കെ നമുക്ക് മാറുന്ന സമയമാണ്. എങ്കിലും ജന്മരാശിയിൽ കുജന്റെ ദൃഷ്ടിയൊക്കെ ഉള്ള സമയമാണ്. അതുകൊണ്ട് അഗ്രസീവായിട്ടുള്ള ബിഹേവിയർ ഈ കുറുകാർ ഒഴിവാക്കണം. അതുപോലെ തന്നെ ഈ അഷ്ടമഭാവാധിപനായിട്ടുള്ള ശുക്രനൊക്കെ 4-ൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ്. ഇപ്പം ചിലർക്കൊക്കെ ബ്രീത്തിങ് ട്രബിള്, അതുപോലെ ഹൃദയ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർ, അവർക്കൊക്കെ അല്പം കെയർ വേണം. അതുപോലെ മാതാവിൻ്റെ ആരോഗ്യ കാര്യത്തിൽ അഷ്ടമഭാവാധിപൻ 4 വരുമ്പോൾ സ്വാഭാവികമായിട്ടും മാതാവിനും എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കെയർ കൊടുക്കേണ്ടുന്ന സമയമാണ്. അതുപോലെ തന്നെ ഈ 2-ൽ ചൊവ്വയുടെ ദൃഷ്ടിയുള്ള സമയമായതുകൊണ്ട് ആഹാരത്തിലും ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഈ കൂറുകാരുടെ തൊഴിൽ സ്ഥിതി എങ്ങനെ നോക്കാം. തൊഴിൽ സ്ഥിതി ചിന്തിക്കുമ്പോൾ 10-ാം ഭാവാധിപനായിട്ടുള്ള വ്യാഴം, ആ ഗുരു സുഖസ്ഥാനത്ത് നിൽക്കുകയാണ്. 3-8 ഭാവാധിപനായിട്ടുള്ള ശുക്രനും ആ ഗുരുവുമായിട്ട് യോഗം ചെയ്യുന്ന സമയമാണ്. ഗുരു ശുക്രന്മാർ 10-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 10-ൽ ചൊവ്വയുടെ ദൃഷ്ടിയുമുണ്ട്. അപ്പോൾ തൊഴിലിൽ ഒരു പരിവർത്തനത്തിൻ്റെ സമയം എന്ന് തന്നെ പറയാം. തൊഴിലിൽ ഉയർച്ചയ്ക്ക് സാധ്യതയുണ്ട്. ഉയർന്ന രീതിയിലുള്ള ഒരു മാറ്റം, തൊഴിലിലൊരു സുഖാനുഭവം ഉണ്ടാകും. തൊഴിലെടുത്ത് കൂടെ വർക്ക് ചെയ്യുന്നവരുടെ സഹകരണമൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അപ്പോൾ പൊതുവെ നമുക്ക് തൊഴിലിൽ നമ്മുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരാനുള്ള അവസരങ്ങളുണ്ടാകും. ആ കഴിവുകൾ പുറത്തു കൊണ്ടുവരാൻ കഴിയും. അതൊക്കെ വളരെ ഗുണം ചെയ്യും. പ്രത്യേകിച്ച് ഉയർന്ന തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. തൊഴിൽ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. രവി ബുധ യോഗമൊക്കെ 5-ൽ ആദ്യ പകുതിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇൻ്റലക്ച്വൽ തലത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ ജന്മശനിയൊക്കെ വക്രത്തിലാകുന്നതും 10-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 12-ലൊക്കെ ദൃഷ്ടി ചെയ്യുന്നതും 12-ൽ രാഹുവിൻ്റെ സ്ഥിതിയൊക്കെ വരുന്നതും വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിദേശത്ത് തൊഴിൽ അവസരങ്ങൾ ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. അവർക്ക് വിദേശത്ത് തൊഴിൽ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്.
അതുപോലെ നമ്മൾ മുമ്പ് തുടങ്ങി വെച്ച വർക്കുകൾ മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത്തരം വർക്കുകൾ വീണ്ടും തുടങ്ങുന്നതിനും അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണും. ഇനി ബിസിനസ്സുകാർക്ക്, ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബുധൻ 5 സ്ഥിതി ചെയ്യുന്ന സമയമാണ്. ബിസിനസ് കാരകനാണ് ബുധൻ. ആ ബുധനും സൂര്യനുമായിട്ടുള്ള യോഗം അവിടെയുണ്ട്. അതുപോലെ തന്നെ 7 കുജന്റെ സ്ഥിതിയുണ്ട്. ഗുരുശുക്രന്മാർ 10 ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ബിസിനസ്സിൽ പൊതുവെ പുരോഗതിയൊക്കെ ദൃശ്യമാകുന്ന സമയമാണ്. കോമ്പറ്റീഷനൊക്കെ അതിജീവിക്കാൻ കഴിയും. അപ്പോൾ കോമ്പറ്റീഷൻ മത്സരങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഭാവി കാര്യങ്ങൾ, ബിസിനസ്സിൻ്റെ ഭാവി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നതിനും അതിൻ്റെ തന്ത്രങ്ങളൊക്കെ നടപ്പിലാക്കുന്നതിനുമൊക്കെ അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതിയായിട്ട് കാണുന്നുണ്ട്. അപ്പം നമുക്ക് അതിലൊക്കെ ഒരു വിജയം കൈവരിക്കാൻ കഴിയുന്ന സമയമാണ്. ബുധനും രവിയൊക്കെ 5 നിൽക്കുന്നത്, അവയുടെ ദൃഷ്ടിയൊക്കെ 11 വരുന്നത് ബിസിനസ്സിലെ വരുമാനം, ലാഭവർദ്ധനവ് ഇവയ്ക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണും. വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം രവിയും ബുധനും ഒക്കെ 5 നിൽക്കുന്ന സമയമാണ്. അതുപോലെ അത് വളരെ ഗുണം ചെയ്യും. ബുദ്ധിശക്തി കൂടും, മെമ്മറി പവറൊക്കെ കൂടും. സർക്കാർ നടത്തുന്ന ഉന്നത പരീക്ഷകളിലൊക്കെ അവർക്ക് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനിലൊക്കെ തിളങ്ങാൻ കഴിയും. അതുപോലെ ആഗ്രഹിക്കുന്ന വിഷയങ്ങളിലൊക്കെ അഡ്മിഷൻ സാധ്യമാകും. പ്രത്യേകിച്ച് മാസത്തിൻ്റെ ആദ്യ പകുതി വളരെ ഗുണാനുഭവം ഈ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ തന്നെ വളരെ ദൃഢനിശ്ചയവും ലക്ഷ്യബോധവും ഒക്കെ ഉള്ള വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് കാണുന്നത്. വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. അതുപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അവരുടെ പഠനത്തെ ബാധിക്കാതിരിക്കാനുള്ള ഒരു ശ്രമം ഈ കുറുകാരുടെ ഭാഗത്ത് ഉണ്ടാകും. ഇനി നമുക്ക് ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ 2ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 7 നിന്ന് 2 ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അതുപോലെ 11ാം ഭാവാധിപനായിട്ടുള്ള 11ഉം 12ഉം ഭാവാധിപനായിട്ടുള്ള ശനി ജന്മരാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ പൊതുവെ ധനകാരകനും ഗുരുവും ശുക്രനുമൊക്കെ സുഖസ്ഥാനത്ത് നിൽക്കുന്ന സമയമാണ്. 11ാം ഭാവാധിപനായിട്ടുള്ള ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നു എന്നുള്ളതുകൊണ്ട് വരുമാന സോഴ്സുകളിലും വരുമാന മാർഗങ്ങളിലുമൊക്കെ നമ്മളൊരു കെയർ കൊടുക്കണം. ശനി 12ാം ഭാവാധിപനും കൂടെയാണ് എന്നുള്ളത് കൊണ്ട് അത് വക്രത്തിൽ സഞ്ചരിക്കുന്നത് നമുക്ക് നഷ്ടസാധ്യതകളൊക്കെ ഒഴിവാക്കാൻ അനുകൂല സമയമാണ്. അപ്പോൾ സമ്പാദ്യം, ബാങ്ക് ബാലൻസ് കുറയാതിരിക്കാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. 2ലേക്കൊക്കെ ആ 2ാം ഭാവാധിപൻ്റെ ഒക്കെ ദൃഷ്ടി ഉണ്ട്. എങ്കിലും രാഹുവൊക്കെ ജന്മരാശിയിലുണ്ട്. ഗുരുദൃഷ്ടിയൊക്കെ എങ്കിലും രാഹു 12ലും ഗുരുദൃഷ്ടിയൊക്കെ 12ലുമൊക്കെ വരുന്ന സമയമായതുകൊണ്ട് ധനപരമായിട്ട് ട്രാൻസാക്ഷനുകളൊക്കെ ഒരു കെയർ വേണം. ചിലവ് കൂടാനും സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ധനപരമായിട്ട് ഒരു മാനേജ്മെൻറ്റ് ഈ സമയത്ത് ഉണ്ടാകുന്നത് നല്ലതാണ്. ഇനി വിവാഹം, ദാമ്പത്യ ബന്ധം, കുടുംബജീവിതം എങ്ങനെയെന്ന് നോക്കാം. അപ്പം വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം 7 ചൊവ്വയുണ്ട്. 7 വക്രശനി ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് വിവാഹ ആലോചനകൾക്ക് തടസ്സമോ അല്ലെങ്കിൽ കാലതാമസമോ ഒക്കെ ഉണ്ടാക്കാൻ സാധ്യത കാണിക്കുന്നുണ്ട്. അതുപോലെ ജീവിത പങ്കാളിയൊക്കെ തിരഞ്ഞെടുക്കുന്നതിൽ ഒരു കെയർ വേണം. അതുപോലെ കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം അനുകൂല സമയമല്ല. അവർക്കിടയിൽ ഈഗോ പ്രശ്നങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. 5 സൂര്യനും ബുധനുമായിട്ടുള്ളൊരു യോഗമാണ് നമ്മൾ കാണുന്നത് ആദ്യത്തെ പകുതി. അപ്പോൾ അതൊക്കെ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, അകൽച്ചകൾ ഉണ്ടാകാം, സന്തോഷമില്ലായ്മ, മാനസികമായിട്ടുള്ള ഒരു ടെൻഷനൊക്കെ ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ദമ്പതിമാർ. ഇനി ദമ്പതിമാരുടെ ദാമ്പത്യ ബന്ധത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ അവർക്കിടയിലും ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം 7ാം ഭാവാധിപനായിട്ടുള്ള ബുധന് 6ാം ഭാവാധിപനുമായിട്ടുള്ള സൂര്യനുമായിട്ടൊക്കെ ഒരു യോഗം ഉള്ള സമയമാണ് ആദ്യ പകുതി.
അപ്പോൾ അതിൻ്റെ പേരിൽ ഈ ദമ്പതിമാർ പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ, തെറ്റിദ്ധാരണകൾ, തർക്കങ്ങൾ, ഈഗോ പ്രശ്നങ്ങൾ, ഒരു ഐക്യക്കുറവൊക്കെ അവരുടെ ഭാഗത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ചൊവ്വ 7 നിൽക്കുന്ന സമയം കൂടെയാണ്. പെട്ടെന്ന് പ്രതികരിക്കുക, അത് മുഖാന്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക, തർക്കങ്ങൾ ഉണ്ടാകുക. അപ്പോൾ ദാമ്പത്യ ബന്ധത്തിൽ ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. പൊതുവെ ഒരു ടെൻഷനൊക്കെ ഈ സമയത്ത് ഉണ്ടാകാം. അതുകൊണ്ട് വിട്ടുവീഴ്ചയും സംയമനവും ഒക്കെ ഈ കൂറുകാരുടെ ഭാഗത്ത് ഈ സമയത്ത് ഉണ്ടാകണം. ഇനി കുടുംബജീവിതത്തിൽ വരുമ്പോൾ 4 ഗുരുശുക്രന്മാർ സ്ഥിതി ചെയ്യുന്നത് കുടുംബത്തിൽ സുഖം സന്തോഷമൊക്കെ ഉണ്ടാകാൻ സഹായകമാണ്. ഇപ്പോൾ വീടോ വാഹനം ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമെന്ന് പറയാം. വീട് മാറാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണ്. അപ്പം എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് പരിഹരിക്കാൻ കഴിയുമെന്നും കൂടെ മനസ്സിലാക്കുക. അവിടെ മാതാവിൻ്റെയൊക്കെ അഭിപ്രായം, മാതാവിൻ്റെയൊക്കെ അഭിപ്രായമൊക്കെ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ ഗുണം ചെയ്യും. അതുപോലെ ഈ പൂർവികമായിട്ടുള്ള സമ്പത്തിന്മേൽ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അഷ്ടമത്തിലൊക്കെ ഗുരുവിൻ്റെ ദൃഷ്ടിയുള്ള സമയമാണ്. ആ തർക്കങ്ങളൊക്കെ പരിഹരിക്കുന്നതിനും ഒക്കെ നമുക്ക് ഒരു അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. എങ്കിലും ഈ ജന്മരാശിയിൽ ചൊവ്വയുടെ ദൃഷ്ടി, 2 ചൊവ്വയുടെ ദൃഷ്ടി, ജന്മരാശിയിൽ ശനി നിൽക്കുന്നു. അപ്പം അതൊക്കെ നമുക്ക് ഈ ഒരു പെട്ടെന്ന് പ്രകോപനപരമായിട്ട് പ്രതികരിക്കുന്നതിനുള്ളൊരു മനോഭാവമൊക്കെ ഉണ്ടാക്കിക്കളയും. അപ്പോൾ അത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. സംസാരത്തിൽ ശ്രദ്ധിക്കുക, പ്രകോപനപരമായിട്ടുള്ള റിയാക്ഷനൊക്കെ ഒഴിവാക്കി പോവുക. എങ്കിൽ തീർച്ചയായിട്ടും കുടുംബജീവിതത്തിൽ സുഖാനുഭവം സന്തോഷമൊക്കെ ഉണ്ടാകും എന്ന് തന്നെ പറയാം. ഇനി ആഗസ്റ്റ് 1, 2, 10, 11, 23, 24, 28, 29 ഈ തീയതികൾ ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അനുകൂല ദിവസങ്ങളല്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ സുപ്രധാനമായിട്ടുള്ള എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇവിടെ ഞാൻ പറഞ്ഞത് മീനക്കൂറുകാരുടെയും മീനലഗ്നക്കാരുടെയും ഒരു പൊതുഫലമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് മീനക്കൂറുകാരുടെ ഫലം മാത്രമല്ല, മീനലഗ്നം വന്നിട്ടുള്ളവരുടെ ഫലമാണ്. ഏത് നക്ഷത്രത്തിൽ ജനിച്ചവരായാലും അവർക്ക് മീനലഗ്നമാണ് വന്നിട്ടുള്ളതെങ്കിൽ ഈ മീനലഗ്നത്തിൻ്റെ ഫലം അവരുടെ കൂറിൻ്റെ ഫലത്തെ ബാധിക്കും. അതുകൊണ്ട് ഏത് കൂറുകാരായാലും അവർക്ക് മീനലഗ്നം ഉണ്ടെങ്കിൽ അവർക്ക് ഈ മീനലഗ്നത്തിൻ്റെ ഫലവും കൂടെ കേൾക്കേണ്ടതായിട്ട് വരുന്നു. ഇനി മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മീനക്കൂറിൽപ്പെടുന്നവർക്ക് ചിലർക്ക് മാത്രമേ മീനലഗ്നം വരികയുള്ളൂ, മറ്റു ചിലർക്ക് വ്യത്യസ്ത ലഗ്നരാശികൾ വരും. അപ്പം മീനക്കൂറും മീനലഗ്നവും ഒന്നായിട്ട് വന്നിട്ടുള്ളവർക്ക് ഫലത്തിൽ വ്യത്യാസമില്ല. അതേസമയം മീനക്കൂറിൽപ്പെടുന്നവർക്ക് വ്യത്യസ്ത ലഗ്നരാശികളാണ് വന്നിട്ടുള്ളതെങ്കിൽ ഫലത്തിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ എത്രത്തോളം വ്യത്യാസം വന്നു എന്നറിയാൻ ഈ കൂറുകാർ അവരുടെ ലഗ്നരാശി ഏതാണെന്ന് മനസ്സിലാക്കി ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേട്ടാൽ മാത്രമേ ആഗസ്റ്റ് മാസത്തെ ഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം അവർക്ക് കിട്ടുകയുള്ളൂ. മാത്രമല്ല കൂറിൻ്റെ ഫലത്തേക്കാൾ കൂടുതൽ കൃത്യത ലഗ്നഫലത്തിനാണ് എന്നുള്ളതുകൊണ്ട് ലഗ്നഫലം കേൾക്കുന്നതിന് ശ്രദ്ധ കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോ കാണാം. നമസ്കാരം.